ആൽക്കെമി ഈ വാക്ക് കേൾക്കുമ്പോൾ എന്താണ് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത്? ഈയത്തെ സ്വർണമാക്കാനുള്ള എന്തോ ഒരു മാന്ത്രിക വിദ്യ അല്ലേ? പക്ഷേ യഥാർത്ഥ നിധി അതല്ലെങ്കിലോ? ഇനി ആൽക്കെമി എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ മനസ്സിന്റെ ആഴങ്ങളിലേക്കുള്ള ഒരു മാപ്പ് ആണെങ്കിലോ? അപ്പോൾ നമുക്ക് ആ ഒരു ആന്തരിക സുവർണം തേടി ഒരു യാത്ര തുടങ്ങിയാലോ? അപ്പൊ സാധാരണ എല്ലാവരും വിചാരിക്കുന്ന പോലെ ഇതൊരു ഗെറ്റ് റിച്ച് ക്വിക്ക് സ്കീം മാത്രമായിരുന്നു. വില കുറഞ്ഞ ലോഹങ്ങളെ സ്വർണമാക്കി മാറ്റി ഒറ്റ രാത്രി കൊണ്ട് പണക്കാരനാവാനുള്ളൊരു സൂത്രം. ശരിയാണ്, ഈയത്തെ സ്വർണമാക്കാമെന്നുള്ള ആ ഐഡിയ ഭയങ്കര അട്രാക്റ്റീവാണ്. പക്ഷെ യഥാർത്ഥ ആൽക്കമിസ്റ്റുകൾ ഇതിന്റെ പിന്നാലെ ആയിരുന്നില്ല പോയത്. കഥ അതിനേക്കാളൊക്കെ എത്രയോ ആഴമുള്ളതാണ്. അതായത് ഈ പുറമേ കാണുന്ന മാറ്റങ്ങൾക്കപ്പുറം ആൽക്കെമി എന്നത് നമ്മുടെ ഉള്ളിലുള്ള ഒരു ട്രാൻസ്ഫോർമേഷന്റെ, ഒരു പരിവർത്തനത്തിന്റെ രഹസ്യ കോഡാണെങ്കിലോ? അവർ പറഞ്ഞ ഈയം എന്നത് നമ്മുടെയൊക്കെ അപക്വമായ പേടികളൊക്കെയുള്ള മനസ്സും അവർ സ്വപ്നം കണ്ട ആ സ്വർണമെന്നത് പൂർണ്ണത നേടിയ ഒരു എൻലൈറ്റൻഡ് ആയിട്ടുള്ള ആത്മാവുമാണെങ്കിലോ? ആ ഒരു രഹസ്യമാണ് നമ്മളിന്ന് ചുരുളഴിക്കാൻ പോകുന്നത്. ഈ ഒരു ആശയത്തിലേക്ക് നമ്മളെ കൈപിടിച്ചു നടത്തുന്നത് മറ്റാരുമല്ല, പ്രശസ്ത സൈക്കോളജിസ്റ്റ് കാൾ യുങ് ആണ്. 20-ാം നൂറ്റാണ്ടിലെ മനുഷ്യന്റെ മാനസിക പ്രശ്നങ്ങൾക്കൊരു ഉത്തരം തേടി നടക്കുമ്പോഴാണ് അദ്ദേഹം ഈ മറന്നുപോയ കലയെ വീണ്ടും കണ്ടെത്തുന്നത്. യുങ്ങിന്റെ പ്രധാനപ്പെട്ടൊരാശങ്ക എന്തായിരുന്നെന്ന് വെച്ചാല്, നമ്മളിപ്പം ജീവിക്കുന്ന ലോകം കൂടുതലും യുക്തിക്കും സയൻസിനും അല്ലേ പ്രാധാന്യം കൊടുക്കുന്നത്. അങ്ങനെ ഒരു ലോകത്ത് നമ്മുടെ ഉള്ളിലെ സ്വപ്നങ്ങളുടെയും ഭാവനയുടെയൊക്കെ ലോകം നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നു. അതായത് നമ്മുടെ അബോധമനസ്സുമായുള്ള കണക്ഷൻ അങ്ങോട്ട് മുറിഞ്ഞുപോയി. ഈയൊരു ഇൻകംപ്ലീറ്റ്നെസ്, ഈയൊരു അപൂർണതയാണ് പലപ്പോഴും മനുഷ്യരെ ജീവിതത്തിലൊരു അർത്ഥവുമില്ല എന്ന തോന്നലിലേക്ക് തള്ളിവിടുന്നതെന്ന് അദ്ദേഹം മനസ്സിലാക്കി. അപ്പോ യുങ്ങിന്റെ തന്നെ വാക്കുകളിൽ പറഞ്ഞാൽ, ആൽക്കെമി എന്ന് പറയുന്നത് പുരാതന കാലത്തെ അറിവിനെയും ഇന്നത്തെ സൈക്കോളജിയെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ചരിത്രപരമായ കണ്ണിയാണ്. ആ നഷ്ടപ്പെട്ടുപോയ ബന്ധം വീണ്ടെടുക്കാനുള്ള ഒരു പാലം. അതൊരു ഭയങ്കര കണ്ടെത്തലായിരുന്നു ശരിക്കും. ഇവിടെയാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ ഐഡിയ വരുന്നത്. ഈ ആൽക്കെമിസ്റ്റുകൾ ലാബില് കെമിക്കൽസൊക്കെ വെച്ച് പരീക്ഷണം നടത്തുമ്പോൾ അവർ യഥാർത്ഥത്തിൽ കണ്ടിരുന്നത് ആ കെമിക്കൽസിനെ മാത്രമായിരുന്നില്ല, മറിച്ച് അവരുടെ തന്നെ അബോധ മനസ്സിന്റെ ഒരു റിഫ്ലക്ഷനായിരുന്നു. അവരുടെ ഉള്ളിലെ സംഘർഷങ്ങളും പ്രതീക്ഷകളുമൊക്കെ അവരറിയാതെ തന്നെ ആ രാസപ്രവർത്തനങ്ങളിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുകയായിരുന്നു. അപ്പോൾ ശരിക്കും മനസ്സിലായില്ലേ? ആൽക്കെമിയുടെ യഥാർത്ഥ ലക്ഷ്യം പുറത്തുള്ള സ്വർണമല്ലായിരുന്നു, അത് ഉള്ളിലുള്ളൊരു പൂർണ്ണതയായിരുന്നു. ആൽക്കെമിസ്റ്റുകൾ തേടി നടന്ന ആ ഫിലോസഫർ സ്റ്റോൺ അതെന്തായിരുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഇത് മനസ്സിലാക്കാൻ യുങ്ങിന്റെ 2 ആശയങ്ങൾ നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം: ഈഗോയും സെൽഫും. ഈഗോ എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് നമ്മുടെ ഒരു ബോധം, നമ്മുടെ ഞാൻ എന്നൊരു ഫീലിംഗ്. പക്ഷേ സെൽഫ് അതിനേക്കാളൊക്കെ വലുതാണ്. അത് നമ്മുടെ ഈഗോയെയും പിന്നെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെയുള്ള നമ്മുടെ അബോധ മനസ്സിനെയും രണ്ടിനെയും ഒരുമിച്ച് ഉൾക്കൊള്ളുന്ന ഒന്നാണ്. അതാണ് പൂർണ്ണത. അതുകൊണ്ട് തന്നെ ഈ ആൽക്കെമിസ്റ്റുകൾ അന്വേഷിച്ചു നടന്ന ഫിലോസഫർ സ്റ്റോൺ ഒരു കല്ലേ ആയിരുന്നില്ല. അത് നമ്മുടെ ഈഗോയെയും അബോധമനസ്സിനെയും ഒന്നാക്കി ഒരു വ്യക്തിയെ പൂർണ്ണനാക്കുന്ന ആ ഒരു അവസ്ഥയുടെ അതിന്റെ ഒരു മെറ്റഫർ, ഒരു പ്രതീകം മാത്രമായിരുന്നു. അപ്പോ ഈ വലിയൊരു മാറ്റം എവിടുന്നാ തുടങ്ങുന്നത്? അത് തുടങ്ങുന്നത് പ്രൈമ മെറ്റീരിയലിൽ നിന്നാണ്. അതായത് നമ്മുടെ ഉള്ളിലെ റോ മെറ്റീരിയൽ, നമ്മുടെ രൂപപ്പെടാത്ത സാധ്യതകൾ. ഇതിലേറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളെ ഏറ്റവും മോശം എന്ന് കരുതുന്ന, നമ്മൾ ഒളിപ്പിച്ചു വെക്കാൻ ശ്രമിക്കുന്ന നമ്മുടെയൊക്കെ സ്വഭാവത്തിന്റെ ഭാഗങ്ങളില്ലേ, അവിടെയാണ് ഏറ്റവും വലിയ നിധി ഒളിഞ്ഞിരിക്കുന്നത് എന്നൊരു സൂചന കൂടി ഇതിലുണ്ട്. അപ്പോ ഈയൊരു ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് ഒരു യാത്രയാണ്, കൃത്യമായ സ്റ്റേജുകളുള്ള ഒരു യാത്ര. ആൽക്കെമിസ്റ്റുകൾ അതിനെ പ്രധാനമായും 3 തിരിച്ചിരിക്കുന്നത്. ഈ യാത്രയ്ക്ക് 3 സ്റ്റേജുകളുണ്ട്. ഒന്നാമത്തേത് നിഗ്രഡോ, അതായത് കറുപ്പ്. ഇത് നമ്മുടെ കുറവുകളെയും ഡാർക്ക് സൈഡിനെയും ഒക്കെ നമ്മൾ ഫേസ് ചെയ്യുന്ന പഴയ ഞാൻ ഇല്ലാതാവുന്നൊരു വേദന നിറഞ്ഞ സ്റ്റേജാണ്. അതിനുശേഷം വരുന്നത് ആൽബിഡോ, വെളുപ്പ്. ആ ഇരുട്ടിൽ നിന്ന് പുതിയ കാര്യങ്ങൾ പഠിച്ച് എല്ലാ മാലിന്യങ്ങളും കഴുകിക്കളഞ്ഞ് ഒരു ഫ്രഷ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ശുദ്ധീകരണത്തിന്റെ ഘട്ടം. അവസാനം റുബെഡോ, ചുവപ്പ്. ബോധവും അബോധവും വെളിച്ചവും ഇരുട്ടുമൊക്കെ ഒന്നായി ചേർന്ന് പുതിയൊരു പൂർണ്ണനായൊരു വ്യക്തിയായി നമ്മൾ വീണ്ടും ജനിക്കുന്ന ഘട്ടം. ഈ റുബേഡോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് കൺജങ്ഷ്യോ അഥവാ വിശുദ്ധ വിവാഹം. നമ്മുടെ ഉള്ളിലുള്ള പുരുഷ-സ്ത്രീ ഭാവങ്ങൾ, നമ്മുടെ ലോജിക്കും ഇമോഷൻസും വെളിച്ചവും ഇരുട്ടുമൊക്കെ ഇങ്ങനെ ഓപ്പോസിറ്റായിട്ടുള്ളതെല്ലാം ഒന്നിച്ചു ചേരുമ്പോഴാണ് ശരിക്കുള്ള ആ ഒരു പൂർണ്ണത നമുക്ക് കിട്ടുന്നത്. ശരി, ഇതൊക്കെ കൊള്ളാം.
പക്ഷെ ഈ പറഞ്ഞ പഴയ കാര്യങ്ങൾക്കൊക്കെ നൂറ്റാണ്ടുകൾക്ക് ശേഷം ഇന്നത്തെ നമ്മുടെ ലൈഫിൽ എന്താ പ്രസക്തി? ഇത് വെറും ഒരു പഴയ കഥയല്ലേ എന്ന് തോന്നുന്നുണ്ടാവുമല്ലേ? അല്ല. നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് നമുക്ക് ബാധകമാകുന്നതെന്ന്. സത്യം പറഞ്ഞാല് ഒന്ന് ആലോചിച്ചു നോക്കൂ. നമ്മളെല്ലാവരും ജീവിതത്തിലെ എപ്പോഴെങ്കിലുമൊക്കെ ഈ സ്റ്റേജുകളിലൂടെ കടന്നുപോയിട്ടുണ്ട്. ഒരു ജോലി പോകുമ്പോഴോ അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്ക് ആകുമ്പോഴോ നമ്മൾ അനുഭവിക്കുന്ന ആ വേദനയില്ലേ, അതാണ് നെഗ്രിഡോ. പിന്നെ ആ ഒരു പ്രതിസന്ധിയിൽ നിന്ന് പലതും പഠിച്ച് നമ്മളെ തന്നെ മനസ്സിലാക്കി മുന്നോട്ടു പോകുമ്പോൾ അത് ആൽബിഡോ. ആ അനുഭവങ്ങളെല്ലാം നമ്മളെ കൂടുതൽ സ്ട്രോങ് ആക്കി ജീവിതത്തിനൊരർത്ഥമൊക്കെ തോന്നിത്തുടങ്ങുമ്പോൾ അതാണ് റുബേഡോ. ഇത് ജീവിതത്തിലെ ഒറ്റത്തവണ മാത്രം സംഭവിക്കുന്ന കാര്യമല്ല, പലപ്പോഴും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സൈക്കിളാണ്. ഈ ഒരു ആൽക്കെമിക്കൽ പഴമൊഴി കേട്ടുനോക്കൂ. നിങ്ങളെ നിർജീവമായ കല്ലുകളിൽ നിന്ന് ജീവനുള്ള ഫിലോസഫിക്കൽ കല്ലുകളാക്കി മാറ്റുക. എത്ര പവർഫുള്ളാണല്ലേ! അനുഭവങ്ങളിലൂടെ നമ്മൾ നമ്മളെ തന്നെ ഷേപ്പ് ചെയ്തെടുക്കണമെന്നൊരു ഓർമ്മപ്പെടുത്തലാണിത്. വെറുമൊരു കല്ലായി ഒതുങ്ങരുത്, സ്വയം ആ ഫിലോസഫേഴ്സ് സ്റ്റോണായി മാറണം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ആൽക്കെമി എന്നത് നമ്മളെ തന്നെ അറിയാനുള്ളൊരു ഗൈഡാണ്. നമ്മുടെ ഉള്ളിലെ വില കുറഞ്ഞ ഈയത്തെ, അതായത് നമ്മുടെ കുറവുകളെയും പേടികളെയുമൊക്കെ വിലയേറിയ സ്വർണമാക്കി, അതായത് അറിവും പൂർണ്ണതയുമാക്കി മാറ്റാനുള്ളൊരു റോഡ് മാപ്പ്. അപ്പോ ഈ വിവരണം നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ ഒരു ചോദ്യം ഞാൻ നിങ്ങൾക്കായി വിട്ടുതരികയാണ്. നിങ്ങളുടെ ജീവിതത്തിലെ ഈയം എന്താണ്? നിങ്ങൾ മാറ്റിയെടുക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ആ ഭയം അല്ലെങ്കിൽ കുറവ്, അതല്ലെങ്കിൽ ഒരു വേദന, അതെന്താണ്? അതിനെ എങ്ങനെ നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തിയാക്കി നിങ്ങളുടെ ആന്തരിക സ്വർണമാക്കി മാറ്റാൻ സാധിക്കും? ഒന്ന് ആലോചിച്ചു നോക്കൂ. ഉത്തരം നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട്.